വാർത്തകൾ നോക്കാം വിശദമായി. ഷാർജയിൽ മലയാളി ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി ദുരിതമനുഭവിച്ചു കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശിനി നാട്ടിലേക്ക് മടങ്ങി. മലയാളി അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും നേതൃത്വം നൽകുന്ന പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റിയാണ് കോട്ടയം സ്വദേശിനിക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ട സഹായങ്ങൾ നൽകിയത്. മലയാളിയായ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി വിസയില്ലാതെ ദുരിതമനുഭവിച്ചു കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശിനി സൗദയ്ക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകി സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാൻ എല്ലാ പിന്തുണയും ഒരുക്കിയത് അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും നേതൃത്വം നൽകുന്ന പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റിയാണ്. അടുത്തിടെ ദുബായിൽ നടത്തിയ നീതിമേളയിലാണ് സൗദ സഹായം തേടിയെത്തിയത്. വിസയും പാസ്പോർട്ടുമില്ലാതെ ഭയപ്പാടോടെ ജീവിക്കുകയായിരുന്നു സൗദ. മാതാവും സഹോദരനും മരിച്ചപ്പോൾ പോലും നാട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇവർക്ക്. ഏതുവിധേനയും സൗദയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാനാണ് പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ തീരുമാനിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിഭാഷകരായ അസീസ് തോലേരി, മുഹമ്മദ് സാജിദ്, നജ്മുദ്ദീൻ, അബ്ദുൽ അസീസ്, ഗിരിജ, സാമൂഹിക പ്രവർത്തകൻ മോഹൻ വെങ്കിട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സൗദയെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ. പാസ്പോർട്ടില്ല, രേഖകളില്ല, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് അവരെ ഞങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങളുടെ ഈ പിൽസ് നീതിമേള ആരംഭിച്ചതിന് ശേഷം തന്നെ നീതിമേളയുടെ കമ്മിറ്റി ഒരു ചെയർമാൻ, കൺവീനർ എന്നുള്ള നിലയിൽ നീതിമേളയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുശേഷം നീതിമേള നടന്നതിന് ശേഷം നീതിമേളയുടെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കുകയും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ശ്രീ മോഹൻ വെങ്കിട്ടും കൺവീനറായിട്ട് ഞങ്ങളുടെ തന്നെ അഡ്വക്കേറ്റ്സ് പാനൽ, ഞങ്ങൾക്കൊരു 15 അംഗങ്ങളോളമുള്ള ഒരു അഡ്വക്കേറ്റ്സ് പാനലുണ്ട്. ആ അഡ്വക്കേറ്റ്സ് പാനലിലുള്ള സജീവ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് അസീസ് തോലേരിയെ കൺവീനറായിട്ടും ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ഓരോ കേസുകളും പഠിച്ചു. അങ്ങനെയുള്ള ഒരു കേസാണ് ഇപ്പോൾ വന്നത്. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ഒരു സ്ത്രീയെ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിച്ചു. ഒരു രേഖയുമില്ലാത്ത ആൾക്കാരെ കോൺസുലേറ്റും അതുപോലെ തന്നെ ഇന്ത്യയുടെ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇമിഗ്രേഷനുമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ യാത്രക്കുള്ള രേഖകൾ തയ്യാറാക്കി നാട്ടിലേക്ക് സ്വസ്ഥമായിട്ട് ഇവരെ നടക്കിയേക്കുന്ന നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് സൗദയെ നാട്ടിലേക്ക് അയക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയായത്. ചൂഷണങ്ങൾക്കിരയായി പ്രയാസപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള നിയമസഹായങ്ങൾ തുടർന്നും നൽകുമെന്ന് പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഓരോ കേസ് ഡിഫറെന്റ് കേസുകളാണല്ലോ. അപ്പൊ അതിനുള്ള എല്ലാ മാർഗനിർദ്ദേശവും ഇവര് കൂടി ആലോചിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു വിക്ടിമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ കുറെ കേസുകൾ പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ കയറ്റി വിട്ടിട്ടുണ്ട്, പല കേസിൽ ഇടപെട്ടിട്ട്. ഇനിയും കുറച്ച് കേസുകളും കൂടെ നമ്മളെ കയ്യിലുണ്ട്. അതിങ്ങനെ നമ്മൾ ഓരോരുത്തരെ ഓരോ പ്രോസസ്സിങ് ചെയ്തും കൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്നവരാണ്. അവർക്ക് കേസ് സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ കഴിയുന്നത്ര ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തികം നമുക്ക് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹകരണങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ മറ്റ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് അത് ചെയ്യും. പീസ് ചെയ്യുന്നത് നമുക്ക് അപ്ലിക്കേഷൻ വന്നാൽ ആ അഗ്രീവ്ഡ് പാർട്ടിയെ നമ്മൾ വിളിച്ച് കേട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിധി നമ്മൾ പ്രസ്താവിക്കും. ദാറ്റ് ഈസ് എ ജഡ്ജ്മെന്റ്. ഈ ജഡ്ജ്മെന്റ് ഒരിടത്തും പോകണ്ട, അതിന്റെ എക്സിക്യൂഷൻ നമ്മൾ തന്നെ ചെയ്യുന്നു. ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് നമ്മൾ പരോപകാരം പാവങ്ങൾക്ക് നീതി നമ്മൾ കൊടുക്കുന്നു പറഞ്ഞ ഈ പ്രഗത്ഭരായ വക്കീലന്മാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് ആദ്യം നമ്മൾ സാന്ത്വനം അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് എല്ലാം കൊടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം ഈ വക്കീലന്മാരെല്ലാം കൂടെ നമ്മൾ ചേർന്നുകൊണ്ട് അവർക്ക് മാന്യമായിട്ടും വളരെ സന്തോഷത്തിലും നാട്ടിൽ പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും അതിന്റെ ലീഗൽ വശങ്ങളും എല്ലാം നോക്കി തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ദുരിതങ്ങൾക്കൊടുവിൽ ഏറെ കാലത്തിന് ശേഷം സൗദ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രയാസങ്ങൾക്കിടയിലും തനിക്ക് താങ്ങായ അഭിഭാഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.